മഞ്ഞുകാലം. ശീതം തഴച്ചൊരു ഹേമന്തകാലവും. ആമന്തം പോന്നിങ്ങു വന്നിതപ്പോൾ. പാലാഴിത്തൂവെള്ളം തൂകുന്ന പോലെ നൽപ്രാലേയം തൂകിത്തുടങ്ങി തെങ്ങും. ചണ്ടനായുള്ളൊരു പങ്കജനാഥൻ തൻ മണ്ഡലം മങ്ങിച്ചമഞ്ഞുകൂടി. കെൽപ്പില്ലയാതോർക്കുമൊപ്പുണ്ടായി മേവുകിൽ കെൽപ്പരെ വെന്നിടാമെന്നേയുള്ളു. വാരുറ്റകാന്തി കലർന്നൊരു വാരിജ മോരോന്നെ മങ്ങിമയങ്ങിതപ്പോൾ. കാന്തനു കാന്തി കുറഞ്ഞതു കാണുമ്പോൾ കാന്തമാർ കാന്തിയും മങ്ങുമല്ലോ. ചീർത്തുനിന്നുള്ളൊരു ശീതത്തെ പൂണ്ടുനി നാർത്തന്മാരായി ചമഞ്ഞെല്ലാരും. കൈത്തലം കൊണ്ടു തന്മാറത്തു നന്നായി സ്വസ്തികാബന്ധം തുടങ്ങിനാരെ. വായ്പാർന്നു നിന്നുള്ള കാർപ്പാസം കൊണ്ടോരോ കൂർപ്പാസം മേനിയിൽ ചേർച്ചപുക്കു ആദിത്യസേവയും പാവകസേവയും മായിത്തുടങ്ങി പലർക്കുമപ്പോൾ. ഉദ്യാനം തന്നിൽ കളിപ്പതിനാർക്കുമ മുദ്യോഗമേതുമേ എഴുന്നീലപ്പോൾ. വാതായനങ്ങളും വീതങ്ങളായിതേ വാരിവിഹാരവും അവണ്ണമേ. മേതിൽ നിറഞ്ഞങ്ങുമീതേ വഴിഞ്ഞൊരു ശീതം പൊറുക്കരുതാഞ്ഞ പോലെ. ആശകളെല്ലാമേ നീഹാരമായൊരു നീശാരം ഊണ്ടങ്ങു നിന്നുതെങ്ങും. ശീതത്തെത്തുകുന്ന ഹേമന്തകാലമാം ഭൂതത്തിൻ കോമരമെന്ന പോലെ. ഭൂതലം തന്നിലെ മാലോകരെല്ലാരും ചാല വിറച്ചു തുടങ്ങിയതപ്പോൾ. ദന്തങ്ങളെക്കൊണ്ടു താളം പിടിച്ചിട്ടു സന്ധ്യയെ വന്ദിച്ചിതന്തരും. വെല്ലമെന്നിങ്ങനെ ചൊല്ലിത്തുടങ്ങുമ്പോൾ തുള്ളിത്തുടങ്ങി വിറച്ചെല്ലാരും. തീക്കും തന്നുള്ളിലെ തോന്നിത്തുടങ്ങിയതേ തീക്കായ വേണം എനിക്കുമെന്ന്. തള്ളിയെഴുന്നൊരു ശീതത്തെ ഏതുമേ എള്ളോളം കൊള്ളാതെ ഉള്ളിലെങ്ങും വെള്ളത്തിൽ നിന്നു ജപിച്ചു തുടങ്ങിന രുള്ളം തെളിഞ്ഞുള്ള മാമുനിമാർ. ചെറുശ്ശേരി. പാഠം എന്താണ് പറയുന്നത്? മഞ്ഞുകാലം എന്ന കവിതാഭാഗത്തിൽ ഹേമന്തകാലം വന്നപ്പോൾ പ്രകൃതിയിലും മനുഷ്യജീവിതത്തിലുമുണ്ടാകുന്ന മാറ്റങ്ങളാണ് കവി ചിത്രീകരിക്കുന്നത്. മഞ്ഞ് എല്ലായിടവും മൂടുന്നു. സൂര്യന്റെ ചൂടും വെളിച്ചവും മങ്ങുന്നു. താമരപ്പൂക്കൾ കാന്തി കുറയ്ക്കുന്നു. ആളുകൾ തണുപ്പിൽ വിറച്ച് തീയും വെയിലും തേടുന്നു. പ്രധാന ഭാവം തണുപ്പ്. ഒരു കാലാവസ്ഥ മാത്രമല്ല, അത് പൂക്കളെയും മനുഷ്യരെയും മരങ്ങളെയും സൂര്യനെയും പോലും ബാധിക്കുന്ന ശക്തിയായി കവി കാണിക്കുന്നു. കാവ്യസൗന്ദര്യം, ഉപമ, പദകളി, അതിശയോക്തി, വ്യക്തിവൽക്കരണം എന്നിവ ഉപയോഗിച്ച് സാധാരണ തണുപ്പിനെ മനോഹര ദൃശ്യങ്ങളാക്കി മാറ്റുന്നു. ഒരു വെള്ളി നിറമുള്ള മഞ്ഞുപടം ആകാശത്തിൽ നിന്ന് താഴേക്ക് വീഴുന്നു. ഞാനാണ് ഹേമന്തകാലം എന്നത് പറയുന്നു. ഭൂമിയിലെ ഓരോ ഇലയും പൂവും മനുഷ്യരും അതിൻ്റെ കുളിരിൽ വിറയ്ക്കുന്നു. ജനാലകൾ കുളിർ കയറരുതേ എന്ന് പറഞ്ഞ് അടഞ്ഞു. കുട്ടികൾ കമ്പിളി പുതപ്പിൽ ഒളിച്ചു. തീ പോലും എനിക്കും കുറച്ച് ചൂട് വേണം എന്ന് ചോദിക്കുന്നത് പോലെ കവി കളിയായി പറയുന്നു. ലളിതമായ അർത്ഥം ഹേമന്തകാലം സന്തോഷത്തോടെ വന്നിരിക്കുന്നു. മഞ്ഞ് എല്ലായിടത്തും പാൽക്കടലിലെ വെള്ളം തളിക്കുന്നതുപോലെ പരക്കുന്നു. ചൂടോടെ നിൽക്കുന്ന സൂര്യന്റെ പ്രകാശവൃത്തം പോലും മങ്ങുന്നു. താമരപ്പൂക്കളുടെ കാന്തിയും കുറയുന്നു. മനുഷ്യർ തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ എണ്ണ തേക്കുന്നു. പരുത്തി വസ്ത്രങ്ങൾ ധരിക്കുന്നു. കൈകൾ കൂട്ടിവെക്കുന്നു. വെയിലും തീയും ആശ്രയിക്കുന്നു. കുളിരിന്റെ കാഠിന്യം കൂടുന്നു. വീടുകളിലെ വാതിലുകളും ജനാലകളും അടയ്ക്കുന്നു. മഞ്ഞും മൂടൽമഞ്ഞും ദിക്കുകൾ മങ്ങിയതുപോലെ കാണിക്കുന്നു. ഭൂമിയിലെ ആളുകൾ വളരെ വിറയ്ക്കുന്നു. പല്ലുകൾ കൂട്ടിയിടിച്ച് താളം പിടിക്കുന്നതുപോലെയാകുന്നു. വെള്ളത്തിൽ താമസിക്കുന്നതോ കഠിന തപസ് ചെയ്യുന്നവരോ ആയ മുനിമാർ പോലും ഈ തണുപ്പ് സഹിക്കാൻ പ്രയാസപ്പെടുന്നു.
ആഴത്തിലുള്ള മനസ്സിലാക്കൽ. ഇവിടെ കവി പ്രകൃതിയെ ഒരു നാടകവേദി പോലെ കാണിക്കുന്നു. മഞ്ഞൊരു തിരശീല പോലെ വീഴുന്നു. സൂര്യൻ ക്ഷീണിച്ച കഥാപാത്രമാകുന്നു. താമരപ്പൂക്കൾ പ്രകാശം നഷ്ടപ്പെട്ട മുഖങ്ങളാകുന്നു. ഇതിലൂടെ മഞ്ഞുകാലം വന്നാൽ ലോകം മുഴുവൻ മാറുന്നു എന്ന ആശയം ശക്തമാകുന്നു. കവി തണുപ്പിന്റെ ശക്തി കാണിക്കാൻ അതിശയോക്തി ഉപയോഗിക്കുന്നു. തീക്കും ചൂട് വേണമെന്ന് തോന്നി എന്നത് യാഥാർത്ഥ്യമല്ല. പക്ഷേ തണുപ്പെത്ര കഠിനമാണെന്ന് കുട്ടികൾക്ക് പോലും ഉടൻ മനസ്സിലാകും. ഇതാണ് കവിതയുടെ മിടുക്ക്.